ചുറ്റുമുള്ള പല കാര്യങ്ങളിലും മായം കലരുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾ പോലും സ്വന്തം കുഞ്ഞുങ്ങളല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ എന്താകും അവസ്ഥ? ഡൽഹിയിൽ താമസിക്കുന്ന രാഹുൽ റാത്തോഡിന്റെയും മീനു റാത്തോഡിന്റെയും ജീവിതത്തിൽ സംഭവിച്ചതാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. IVF ചികിത്സയിലൂടെ മീനു ഇരട്ട പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. നീണ്ട കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഈ സന്തോഷം പക്ഷെ അധികനാൾ നീണ്ടു നിന്നില്ല. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു സംശയം തോന്നി. ഒരു കുഞ്ഞിനെ സാധാരണ മുഖഛായയായിരുന്നു, എന്നാൽ മറ്റൊരു കുഞ്ഞിനെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുട്ടികളെ ഓർമ്മിപ്പിക്കുന്ന മുഖസാദൃശ്യം. ഇതാണ് അവർക്ക് സംശയം ജനിക്കാൻ കാരണമായത്. സത്യമറിയാൻ DNA പരിശോധന നടത്തിയപ്പോൾ അവർ ആകെ തകർന്നു പോയി. 10 മാസം മീനുവിന്റെ ഗർഭപാത്രത്തിൽ വളർന്ന ആ കുഞ്ഞുങ്ങൾക്ക് രാഹുലിന്റെയോ മീനുവിന്റെയോ DNAയുമായി യാതൊരു ബന്ധവുമില്ല. തങ്ങളുടെ ഭ്രൂണങ്ങൾക്ക് പകരം മറ്റാരുടെയോ ഭ്രൂണങ്ങൾ തെറ്റായി നിക്ഷേപിക്കപ്പെട്ടിരിക്കാമെന്ന് അവർ ആരോപിക്കുന്നു. നീതി തേടി അവർ നിയമ പോരാട്ടം ആരംഭിച്ചു. എന്നാൽ ഇന്നും അവരുടെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഞങ്ങളുടെ യഥാർത്ഥ കുഞ്ഞുങ്ങൾ എവിടെയാണ്? അതേസമയം തങ്ങൾ വളർത്തുന്ന ഈ 2 കുഞ്ഞുങ്ങളെയും സ്വന്തം ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്നും അവർ പറയുന്നു. ശാസ്ത്രത്തിന്റെ അനുഗ്രഹമായി കരുതിയ ചികിത്സ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്.